വെൽക്കം ബാക്ക് ടു ഡിപ്ലോയിങ് ഹാപ്പിനെസ്. ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ കുറച്ച് ആളുകൾ ഈയിടെയായിട്ട് കണ്ടപ്പോൾ അവരൊന്നും ജീവിതത്തിൽ അവർ സക്സസ് ആയില്ല. അത്രേ അവർക്ക് പഠിച്ചു, ജോലി കിട്ടിയില്ല, പല ജോലികളും ചെറുതൊക്കെ ചെയ്തു, ഫാമിലി അങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ എഡ്യൂക്കേഷനൊക്കെ ഉണ്ടായിട്ടും യാതൊരു കാര്യത്തിലും ഒരു നേട്ടം കിട്ടാത്ത കുറേ ആളുകളെ കണ്ടുമുട്ടാനിടയായി. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിഷമം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയുള്ള ആളുകളെങ്കിലും നമ്മളുടെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്തിയാൽ കുറേയൊക്കെ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാവർക്കും ഒരു ജീവിതത്തിൽ മുഴുവൻ സക്സസ് ആയില്ലെങ്കിലും നമുക്ക് സക്സസ് ആവാൻ കഴിയും. അതിന് നമ്മളുടെ ഒരു മനസ്സ് വേണം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുക, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമുക്കൊരു ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് വേണം. അതാണ് ഏറ്റവും പ്രധാനം. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ അതാണ് നമ്മളുടെ ഡ്രീംസ്. നമുക്ക് സ്വപ്നങ്ങളില്ലാത്തവരാരുമില്ല. എനിക്ക് ഇന്നതാവണം, ഇന്ന ജോലി കിട്ടണം, ഇന്ന രീതിയിൽ ജീവിക്കണം, കല്യാണം കഴിക്കണം, അങ്ങനെയല്ല. കൊച്ചു കുട്ടികളായാലും എല്ലാവർക്കും അവരുടേതായ ഡ്രീംസ് ഉണ്ട്. അപ്പോൾ ആ ഡ്രീംസ് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ അത് നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഞാനത് നേടിയെടുക്കുന്നു ഉള്ള ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. അപ്പോൾ നമുക്ക് മനസ്സിനൊരു ധൈര്യം കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഡ്രീംസിനെ നമുക്ക് അത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. ആത്മവിശ്വാസം ഇല്ലാത്തവരാണെങ്കിലാണ് നമ്മളുടെ ഡ്രീംസായി തന്നെ നിൽക്കും. നമ്മൾക്കൊന്നും ഒരു ഉന്നതി ഉണ്ടാവില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ആത്മവിശ്വാസമാണ് വേണ്ടത്. സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം, അത് നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പല രീതിയിലാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത്, പല സാഹചര്യങ്ങളാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിന് ആണ് നമ്മളാണെങ്കിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. എങ്ങനെ ആയിക്കോട്ടെ, ചുറ്റുപാട് എന്തായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലാണെങ്കിലും പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കി നമ്മൾ തന്നെ എടുക്കണം. മറ്റാരും നമ്മളെ സഹായിക്കില്ല. നമ്മളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുക. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. ഇനി പല പ്രശ്നങ്ങളും നമ്മളൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ ഞാൻ ശ്രമിക്കും. അത് മറികടന്നേ തീരൂ, അല്ലെങ്കിൽ എനിക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള ഉറച്ചൊരു വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ നമുക്ക് നന്നായി ചെയ്യാൻ കഴിയും, മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഏത് പ്രശ്നം വന്നാലും അതിനെ നേരിട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റുള്ളവരെ കണ്ടിട്ട് ഞാൻ മാത്രം രക്ഷപ്പെടുന്നില്ല എന്ന് പറയാതെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും വേണം. കൂടെ നമ്മളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ നല്ലൊരു ജോലി കിട്ടി നമ്മൾ പോയിട്ട് അവിടെ, ഇപ്പോൾ പണ്ടൊക്കെ ദുബായിൽ എന്ന് വെച്ചാൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ പിന്നാലെ അയാളുടെ റിലേറ്റീവ്സ്, ബ്രദേഴ്സ്, അങ്ങനെയൊക്കെ എല്ലാവരും പോയിട്ട് എല്ലാവരും നന്നാണ്. അതേപോലെ നമ്മളെ കൂടെയുള്ളവരെ അവരെ കൂടെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഡിസിഷൻ എടുക്കാനും അതിനും പ്രവർത്തിക്കാനും നമ്മളുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി നമ്മളുടെ ചിന്ത ആ രീതിയിലാവുമ്പോൾ നമ്മൾ സക്സസ്സിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴും രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ലാസ്റ്റ് പോയിൻ്റ്. രക്ഷപ്പെടാൻ നമുക്ക് ഒരു ആഗ്രഹം വേണം, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക വേണം. രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലില്ലാത്ത ആളുകൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു തീർക്കും എൻ്റെ ജീവിതം, അങ്ങനെ ആയാൽ പറ്റില്ല. നമ്മൾക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു ആത്മവിശ്വാസം, ചിന്ത നമ്മളുടെ മനസ്സിൽ വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തായാലും നമുക്ക് കുറേയൊക്കെ മുന്നോട്ട് പോയി നമ്മളുടെ ജീവിതം സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മളാണ് നമ്മളുടെ സക്സസ്സിൻ്റെ കാര്യം ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവരല്ല. ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പുഷ് നമ്മളുടെ പാരൻസൊക്കെ ചെയ്താലും അവരുടേതായ കാര്യങ്ങളിൽ ഇതേപോലെ ഒരു തീരുമാനം അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുത്താൽ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ എല്ലാം തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസും തരിക. അപ്പോൾ ഇനി വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. താങ്ക് യു.